പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് സമയോ ഞായർ, വലിയ നോമ്പിലെ 6-ാം ഞായറാഴ്ച. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായിട്ട് ഉള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ യേശു ഒരു കുരുടനെ സൗഖ്യമാക്കുന്നു. പ്രകാശം ഒരിക്കലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത കുരുടന് കാഴ്ച നൽകി അവനെ പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നു. അതുപോലെ രോഗവും പാപവും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ടെന്ന യഹൂദ വിശ്വാസത്തെ തിരുത്തി കുറിക്കുവാൻ യേശു ചെയ്ത ഈ അത്ഭുത പ്രവൃത്തി കാരണമായി. ഇനി ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വിചിന്തനത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ആദ്യമേ, കുരുടന് ലോകം അന്ധകാരമയമാണ്, ലോകം ഇരുട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു. കണ്ണുള്ളവന് ഈ മനുഷ്യൻ്റെ തെറ്റിദ്ധാരണ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കാരണം പ്രകാശിച്ചു നിൽക്കുന്ന ഭൂഗോളം തിരിച്ചറിയാനുള്ള കാഴ്ച അവന് ഇല്ല. അതുകൊണ്ട് ലോകം അവന് ഇരുണ്ടിരിക്കുന്നു. കാഴ്ചയുണ്ടെന്ന് ഭാവിക്കുന്ന നമ്മിലും ഈ തെറ്റിദ്ധാരണയുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമതായി, ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് നമ്മൾ കാണുകയാണ്. നമ്മുടെ മുമ്പിൽ 2 കാര്യങ്ങൾ അവൻ വയ്ക്കുന്നു. ഒന്നുകിൽ അവനിൽ വിശ്വസിച്ച് അവനെ സ്വീകരിച്ച് ആ പ്രകാശധോരണിയിൽ ജീവിക്കാം, അല്ലെങ്കിൽ കണ്ണുമടച്ച് അവനെ തിരസ്കരിക്കാം. മൂന്നാമതായി, ശീലോഹകുളം ഒരു നല്ല ചിന്തയ്ക്കുള്ള വിഷയമാണ്. ശീലോഹ എന്ന വാക്കിന് അയക്കപ്പെട്ടത് എന്നൊരർത്ഥമുണ്ട്. യേശുവും പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണല്ലോ. കുരുടനെ പോലെ അതിൽ കണ്ണ് കഴുകുന്നവൻ, യേശുവിൽ മുങ്ങിക്കുളിക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന മഹനീയമായ ഒരു വ്യാഖ്യാനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നാലാമതായി, ദൈവത്തെ ചെറുതായി കണ്ടത് ദൈവത്തിൻ്റെ സ്വന്തമെന്ന് വിളിക്കപ്പെടുന്ന ഇസ്രയേൽ തന്നെയാണ്. ഇസ്രയേലിനെ ദൈവം സ്വന്തം ജനമായി പ്രഖ്യാപിച്ചു. പക്ഷേ അവൻ ദൈവത്തിൻ്റെ തിരുമുഖം തിരിച്ചറിയാൻ വൈകിപ്പോയി. നിയമങ്ങളുടെ നൂലാമാലകളിൽ കടിച്ചു തൂങ്ങി സാധാരണ മനുഷ്യൻ്റെ ജീവിതം അവർ ദുഷ്കരമാക്കി. ദൈവത്തിൻ്റെ സൃഷ്ടിമകുടമായ മനുഷ്യനെയും മനുഷ്യത്വത്തെയും അവർ ഞാഞ്ഞൂൽ നിയമങ്ങളാകുന്ന അയവള്ളികളിൽ അലക്കിത്തിരുമി ഉണക്കാനിട്ടു. അതിൻ്റെ ഒരു ഇരയാണ് ഈ സംഭവത്തിലെ കുരുടനായ മനുഷ്യൻ. അവൻ്റെ കണ്ണ് തുറക്കാൻ യേശു സാബത്തിൽ ഒരു ചെറുകരണ്ടി തുപ്പൽ ചെളി ഉണ്ടാക്കിയതിനെ വലിയ ജോലിയായി മുദ്രകുത്തി. അത് ചെയ്ത യേശുവിനോടുള്ള പക തീർക്കാനായി കണ്ണ് തുറന്നു കിട്ടിയവനെ അവർ സിനഗോഗിൽ നിന്നും പുറത്താക്കി. ഇന്നും ഈ പ്രതിഭാസം തുടരുന്നു. നിയമത്തിൻ്റെ കാവൽ ദൂതന്മാരായ ഫരീസയർ ഇന്ന് നമ്മുടെ ഇടയിലുമുണ്ട്. അതിനാൽ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള അല്പജ്ഞാനവും ദൈവിക വിജ്ഞാനവും തമ്മിലുള്ള പോരാട്ടവും ഇന്നും തുടരുന്നുണ്ട്. ഈ വിചിന്തനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചില ജീവിത പാഠങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് കടന്നു ചെല്ലാം. പ്രധാനമായി, ദൈവത്തെ ചെറുതായി കാണുന്ന മനുഷ്യൻ്റെ പ്രവണത അത്ര നല്ലതല്ല. അതുകൊണ്ട് ക്രിസ്തീയവുമല്ല. ക്രിസ്ത്യാനിയുടെ ദൈവം ഓംനിപോട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ സർവശക്തനുമാണ്. ആ ദൈവം ഒരിക്കലും നിയമത്തിൻ്റെ ഒരു പുള്ളിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നവനല്ല. മറിച്ച് നിയമം ഉണ്ടാക്കാനും നിയമം മാറ്റാനും അധികാരവും അവകാശവും ഉള്ളവനാണ്. ഇതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ യേശുവിൻ്റെ ഒരു കമൻ്റ് നമുക്ക് വലിയ ഒരു പാഠമാക്കണം. അവൻ പറയുന്നു, കാഴ്ചയില്ലാത്തവരിൽ പാപം ഉണ്ടാകണമെന്നില്ല, കാണുന്നു എന്ന് പറയുന്നവരിൽ പാപം ഉണ്ടാകാം. എല്ലാം അറിയാമെന്നും എല്ലാ കാര്യത്തെക്കുറിച്ചും ഉൾക്കാഴ്ചയുണ്ടെന്ന് നടിക്കുന്നവരും പാപം ചെയ്യാൻ സാധ്യത കൂടുതലാണ് എന്നതാണ് അവൻ്റെ പക്ഷം. ആ സ്ഥാനത്ത് കാഴ്ചയില്ലെങ്കിൽ കാഴ്ചയില്ലെന്ന് സമ്മതിക്കാൻ നമുക്ക് ശ്രമിക്കാം.
എല്ലാ അറിവിൻ്റെയും കേദാരമാണ് ഞാൻ എന്ന് വീമ്പടിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം എന്താ? തിണ്ണയും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ പാവങ്ങൾ, പാപികൾ എന്ന് നമ്മൾ കരുതുന്നവരൊക്കെ നിമിഷ നേരം കൊണ്ട് വിശുദ്ധരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്ന ഇടപാടാണ് ഈ ക്രിസ്തീയ ജീവിതം. ആയതിനാൽ ഒരു കുരുടനെ പോലെ യേശുവാകുന്ന ശീലോക കുളത്തിൽ മുങ്ങിക്കുളിച്ച് പ്രകാശത്തിൻ്റെ വലിയ ആനന്ദത്തിലേക്ക് നമുക്കും കടന്നു വരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.